എല്ലാ ആഴ്ചയിലും പോലെ കഴിഞ്ഞ ഞായറാഴ്ചയും നെല്ലിയാമ്പതിയിൽ പോയിരുന്നു. പോയപ്പോഴാണ് സിംഹവാലൻ കുരങ്ങിൻ്റെ ഒരു ദൃശ്യം എടുക്കാൻ സാധിച്ചത്. ദൃശ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഹവാലൻ കുരങ്ങ് ഒരു പുഴയിൽ നിന്നും ഒഴുകി വന്നൊരു കുപ്പി എടുത്ത് മരത്തിൻ്റെ മേലോട്ട് കയറി. എന്നിട്ട് ഈ കുപ്പി മാക്സിമം അതിൻ്റെ പല്ല് വെച്ച് കടിച്ച് തുറക്കാൻ നോക്കുകയായിരുന്നു. ആ ദൃശ്യം എടുക്കാൻ സാധിച്ചു. അതിന് ശേഷം അതിൻ്റെ മൂടി തുറന്ന് ആ മൂടി വായിലാക്കി അതിൻ്റെ ജീവന് തന്നെ അപകടം വരുന്ന രീതിയിൽ അതിനെ ഉള്ളിലേക്ക് ഇറക്കാൻ നോക്കുകയായിരുന്നു. അത് ശരിക്കും വളരെ അപകടം പിടിച്ചൊരു സീനായിരുന്നു. അപ്പോൾ ഈ കുരങ്ങൻ ആൾറെഡി വംശനാശ ഭീഷണി നേരിടുന്നൊരു കുരങ്ങനാണ്. ഇതിന് വംശനാശ ഭീഷണി നേരിടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം അതിൻ്റെ ഹാബിറ്ററ്റിൻ്റെ ഡിസ്ട്രക്ഷനാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിംഹവാലൻ കുരങ്ങൻ 3 വർഷത്തിലൊരിക്കൽ മാത്രമേ ബ്രീഡ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പോപ്പുലേഷൻ ക്രമേണ കമ്മിയായി വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സിംഹവാലൻ കുരങ്ങൻ എന്ന് പറഞ്ഞാൽ മാക്സിമം മനുഷ്യന്മാരിൽ നിന്നും അകന്ന് ജീവിക്കേണ്ട ഒരു ജീവിയാണ്. പഴയ പുസ്തകങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം, ഇത് പഴങ്ങളും ഇൻസെക്ട്സ് എല്ലാം കഴിച്ച് മാക്സിമം മനുഷ്യന്മാരിൽ നിന്നും അകന്ന് നമ്മുടെ മരങ്ങളിലെല്ലാം ജീവിക്കേണ്ട ജീവിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിനോദസഞ്ചാരികളെല്ലാം ഇതിനെ ഫീഡ് ചെയ്യാറുണ്ട്. ഇതിന് പഴങ്ങൾ, ബിസ്ക്കറ്റുകൾ, അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ബിഹേവിയർ ആകെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നെല്ലിയാമ്പതിയിലും വാൾപ്പാറയിലെല്ലാം പോകുമ്പോൾ നമ്മളിൽ നിന്നും ആഹാരം എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന സിംഹവാലൻ കുരങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അനിമൽസിനെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അനിമൽസിനുള്ള അസുഖം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്, നമുക്കുള്ള അസുഖം അനിമൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമ്മൾ ആ കുരങ്ങനില്ലാതാവുക എന്നുള്ളതല്ല, അതിന് കണക്റ്റഡായിട്ട് ആ എക്കോസിസ്റ്റം തന്നെ താറുമാറാവും. എക്സാമ്പിൾ, നമ്മളിവിടെ മയിൽ കൂടുതലാണെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കാട്ടുപന്നികൾ കൂടുതലാണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് മയിൽ കൂടുതലായി എന്നുള്ളതിന് ഒരു കാരണം, മയിലിനെ തിന്നുന്ന അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളിലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന കുറുനരികൾ, കാട്ടുപൂച്ചകൾ, കാട്ടുനായ്ക്കൾ, പുള്ളിപ്പുലികളുടെ എണ്ണം കുറഞ്ഞതാണ്. അപ്പം ഒരു സ്പീഷീസ് പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ്. നമ്മുടെ സമ്പത്താണ് ശരിക്കും ഈ വന്യജീവി സമ്പത്ത്. അത് നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ്.